പത്രോസ് ചോദിക്കുക, കർത്താവേ എന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം? നീ ക്ഷമിക്കണം. അപ്പൊ എന്നിട്ട് ചോദിക്കണം, 7 തവണ തെറ്റ് ചെയ്താലോ? ഒരു ദിവസം 7 തവണ ഒരാൾ വന്ന് നമുക്കെതിരെ തെറ്റ് ചെയ്യുമോ? അത് മനഃപൂർവ്വം അല്ലാതെ അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഈശോ പറയണം, അങ്ങനെയാണെങ്കിൽ നീ 7 അല്ലടാ 70 തവണ ക്ഷമിക്കണം. ഉയ്യോ, ഒരു ദിവസം രാവിലെ തൊട്ട് 70 തവണ ഒരുത്തൻ നമുക്കെതിരെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണമെന്ന് പറയാം. ഈ പറഞ്ഞ പുള്ളി നമ്മളോട് ക്ഷമിക്കാതിരിക്കും, ഇതാരാ പറഞ്ഞത്? ഈശോയാ പറഞ്ഞത്. ഈ പുള്ളി അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റിനാമയുടെ ഡയറിയിൽ പറയുന്നുണ്ട്, മനുഷ്യമക്കളെല്ലാം എന്റെ നീതിയെ ഭയപ്പെട്ടിരിക്കുകയാണ്. നീതി എന്ന് പറയാൻ ശിക്ഷയാണല്ലോ. അവരൊറ്റ പണി ചെയ്താൽ മതി, എന്റെ കരുണയിൽ ആശ്രയിക്കട്ടെ, എന്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. എങ്ങനെയാണ് അവർ എന്റെ കരുണയിൽ ആശ്രയിക്കേണ്ടത്? ഇത്രയും പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വരിക, എന്നിട്ട് അവരുടെ കുറവുകൾ അംഗീകരിച്ചിട്ട് പറയുക, കാരുണ്യവാനായ ഈശോയെ എന്റെ മേൽ കരുണയായിരിക്കണമേ. അത്രയും മതി, അത്രയും മതി. അപ്പൊ നമ്മളുടെ മേല് ഈശോ കരുണ ചൊരിഞ്ഞ് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ തരും. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിൽ വിശുദ്ധ കുമ്പസാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ സമയം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. എന്നെ എപ്പോഴും കുമ്പസാരത്തിന് ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ചിലപ്പോഴെങ്കിലും എനിക്കിങ്ങനെ എൻ്റെ പാപമൊക്കെ പറയാൻ, കറക്റ്റായിട്ട് അച്ഛനോട് പറയാനൊക്കെ ഉള്ളി പേടി തോന്നാറുണ്ട്. അപ്പം എനിക്കൊരു അച്ഛൻ പറഞ്ഞു തന്നത് ഇപ്രകാരമാണ്, നമ്മൾ കുമ്പസാരിക്കുന്നതിന് മുന്നേ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനെ പറ്റി, പ്രത്യേകിച്ച് ദുഃഖത്തിൻ്റെ ദിവരഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കുമ്പസാരിക്കുമ്പം ശരിക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നതായിട്ടും ഈശോയുടെ നമുക്ക് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരു പ്രത്യേക ഫീലിൽ ഓരോ പാപവും ഏറ്റവും അനുതാപത്തോടെ ഏറ്റു പറയാനും ഈശോയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റിയതൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള ഓരോ കുമ്പസാരങ്ങളുമാണ്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം ഈ ഒരു കാര്യത്തിൽ കർത്താവിനോട് പരാതിയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും കാലം കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്, കുമ്പസാരിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ പൊക്കോണ്ടിരുന്നത്, പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിച്ചതിലുള്ള വിഷമം കൊണ്ടായിരുന്നു, അത് കുമ്പസാരം ആ ഒരു ചടങ്ങ് തരുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടായിരുന്നു? ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ഇനി എപ്പോഴാണ് അടുത്തൊരു കുമ്പസാരം എന്നൊക്കെ അറിയത്തില്ലാതിരിക്കുന്ന ഒരു സമയത്ത് കർത്താവിന്റെ ഈ ഒരു ചോദ്യത്തിന് വീണ്ടും വീണ്ടും പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുക. കുമ്പസാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എനിക്ക് കിട്ടുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നോ? കൗദാശിക കുമ്പസാരം തരുന്നൊരു ആശ്വാസമായിരുന്നു? അതോ ഈശോയെ വേദനിപ്പിച്ചതിലുള്ള, ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയതിലുള്ള ഒരു ആത്മാർത്ഥമായ അനുതാപവും ഹൃദയഭാരവും ഒക്കെ ആയിരുന്നു? വന്ദനം നമ്മ വന്ദനം ആവില. ഞാൻ എന്തിനാണ് എൻ്റെ പാപങ്ങൾ ഇങ്ങനെ ഏറ്റു പറയുന്നത്? ഞാൻ എന്തിനാണ് ഇതൊക്കെ പോയിട്ട് പറയേണ്ട ആവശ്യം വിചാരിക്കുന്നത്? കർത്താവിന് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ തമ്പുരാൻ ക്ഷമിച്ചോളും. ഡയറക്റ്റ് ഇരിങ്ങ എന്ന് പറയുന്നവരോട് കർത്താവ് പറയുന്നൊരു വചനം ഇതാ, 1 യോഹന്നാൻ 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ ആ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ പാപങ്ങൾ ഏറ്റു പറയാൻ മടിയുള്ളവരോടുള്ള വചനമാണ് 1 യോഹന്നാൻ 1:9. ഒരു കുമ്പസാര രഹസ്യം പറയാം. എൻ്റെ തന്നെ ആയതുകൊണ്ട് എന്നെ കുമ്പസാരിപ്പിച്ചൊരു വൈദികനോട് ഞാൻ പലപ്പോഴും ഇത്രത്തോളം ബൈബിൾ വായിച്ചോളാം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും പറ്റുന്നില്ല. അതുമൂലം ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. നീ ഈശോയെ വില കുറച്ച് കാണാതെ, ഈശോ നിന്റെ പ്രാർത്ഥനകളുടെ എണ്ണമോ നിന്റെ ഭാഷാ പരിജ്ഞാനമോ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയുള്ള പ്രാർത്ഥനകളോ ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നീ കരുതാതെ, ഈശോ നിന്റെ ഹൃദയമാണ് ഇഷ്ടപ്പെടുന്നത്, നിന്റെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹമാണ് ഇഷ്ടപ്പെടുന്നത്. നീ ഒരാഗ്രഹമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളെക്കാൾ ഈശോ സന്തോഷിക്കുന്നത് നിന്റെ ഹൃദയം കൊണ്ടുള്ള ഈശോയെ എന്നുള്ളൊരു വിളിയായിരിക്കും. പ്രിയ ദൈവവേദലേ, ഒന്നുമില്ലാത്തപ്പോഴും ആ ഇല്ലായ്മ നമ്മുടെ സമർപ്പണത്തിലൂടെ നമുക്ക് ഈശോയ്ക്ക് നൽകാൻ സാധിക്കും. ഇത്രമേ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശ്വര
ബൈബിളില് നമ്മൾ നല്ല വളനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 42 തിരുവചനം നല്ലവളൻ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോ എന്നെയും കൂടെ ഓർക്കണേ. അപ്പൊ തന്നെ 43 വാക്യത്തിൽ റിപ്ലൈ ഉണ്ട്, എടാ മോനെ, നീ നിന്നോട് കൂടെ പർദീസയിലായിരിക്കുമെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 32 വാക്യത്തില് വേറൊരാളോട് പറയുന്നുണ്ട്, പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. നമ്മള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് അല്ലെങ്കിൽ കൂടെ കുമ്പസാരിച്ച് ഏറ്റവും അയോഗ്യരാണ് എന്ന് ഏറ്റു പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോനെ സ്വന്തമായിട്ട് ജീവിക്കുമ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ബാക്കിയുള്ളവരുടെ കൂടെ തന്നെ നമ്മളും പീഡിപ്പിക്കപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെയും കുറ്റം വിധിക്കുമായിരിക്കും. അപ്പോഴും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയോട് ചേർന്ന് തന്നെ നിൽക്കാം, ഈശോനെ സ്വന്തമാക്കി തന്നെ ജീവിക്കാം. നമ്മളും ഈശോന്റെ കൂടെ പർദീസയിലായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. എപ്പോഴും ഓരോരുത്തരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ നിൽക്കാതെ പോകുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തെയല്ലേ നമ്മളിങ്ങനെ അവഗണിച്ച് പോകുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാം. 1 കൊറിന്തോസ് 3:18 ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയാണെന്ന് കരുതുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാവേണ്ടതിന് അവൻ തന്നെ പോഷണാക്കട്ടെ. ഏതെങ്കിലുമൊക്കെ സമയത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ബാക്കി ആൾക്കാരുടെ മുമ്പിൽ ഒന്നാളാകാൻ വേണ്ടി കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ബാക്കി ആൾക്കാർ മണ്ടാന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി ഈശോനെ എന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ എവിടെയോ എന്തോ കുറവ് നമുക്കുണ്ട്. ഈശോയുടെ സ്നേഹം നമ്മളെ ചിലപ്പോൾ മണ്ടനാക്കും. ഈശോയുടെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ഈ വെറോനിക്ക ഈശോയുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ എഴുതിയേക്കുന്ന കാര്യമുണ്ട്, സ്നേഹം പ്രതിബന്ധങ്ങൾ അറിയുന്നില്ല. ഈശോയുടെ സ്നേഹം നമ്മളെ പല ബ്ലോക്സും കാണാതെ ഈശോനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിൽ കുറച്ചു നേരം നമുക്കൊന്നായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 17 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്യുമെന്ന്. ശരിക്കും ആ കുമ്പസാരക്കൂട്ടില് ഈശോ എൻ്റെ മുറിവുകളെല്ലാം ഏറ്റെടുക്കുമായിരുന്നു ചെയ്തത്. ഈശോയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള ഓരോ കുഞ്ഞു മുറിവുകളും ഈശോ അന്ന് ഏറ്റെടുത്തു. അതുപോലെ തന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു ബലഹീനതയായിരുന്നേ. കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു സ്നേഹിക്കണമെന്ന്. അതായത് ഈശോയെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് തന്നെ ഒരുപാട് എളുപ്പപ്പെട്ട ഈശോയുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഈശോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്ന്. ശരിക്കും ആ കുമ്പസാരത്തിലൂടെ ഈശോൻ്റെ ആ ബലഹീനതയ്ക്ക് മേലെ ഒരുപാട് കൃപയൊഴുക്കുമായിരുന്നേ. കാരണം ആ ഒരു സ്നേഹിക്കുവാനുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഈശോ ചൊരിഞ്ഞു തരികയായിരുന്നു ശരിക്കും ആ ഒരു കുമ്പസാരത്തിലൂടെ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ.